തലക്കാട് പഞ്ചായത്തിലെ പാറശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥികൾക്ക് ബോർഡ് വെക്കാൻ കഴിയാത്ത അവസ്ഥ. വെക്കുന്ന ബോർഡുകളെല്ലാം ഇരുട്ടിന്റെ മറവിൽ നശിപ്പിക്കുന്നു. പരാതി നൽകി UDF കമ്മിറ്റി. തലക്കാട് പഞ്ചായത്തിലെ 17ാം വാർഡ് പാറശ്ശേരി ഈസ്റ്റിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മുണ്ടേക്കാട് ഷാജിയുടെ ഫ്ലെക്സ് ബോർഡാണ് ഇന്നലെ രാത്രി നശിപ്പിച്ചത്. വളരെ സമാധാനപരമായിട്ടാണ് ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. തലക്കാട് പഞ്ചായത്തിലെ 17ാം വാർഡ് സ്ഥാനാർത്ഥിയായ ഞാൻ എൻ്റെ ഫ്ലെക്സ് ഈ പ്രദേശത്ത് വെച്ചിരുന്നു. ഒരു 3-4 ദിവസമായിട്ട് ആ ഫ്ലെക്സ് അവിടെ സ്ഥിരമായിട്ട് ആ മതിലിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഫ്ലെക്സ് തകർത്ത് ആ പറമ്പിൽ ഫ്രെയിം മാത്രം കിടക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെ യാതൊരു വിഷയങ്ങളോ രാഷ്ട്രീയ പ്രവർത്തനം വളരെ സമാധാനമായി നടക്കുന്ന മേഖലയാണ് പാറശ്ശേരി മേഖല. ഈ പ്രദേശത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇന്ന് തിരൂർ CIക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്. അതാരാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടത് തിരൂർ പോലീസാണ്. ഇവിടെ 2 കടകൾക്കും CCTV പരിശോധിച്ച് ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാത്രി സംശയം. അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്ററുകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഒട്ടിച്ച പോസ്റ്ററുമായി തന്നെ സ്റ്റിക്കർ പതിക്കുക. പിന്നെ അതിന് രൂപങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത്. ആ ബോർഡിൻ്റെ തൊട്ടടുത്താണ് വെച്ചിരുന്നത്. അവിടെ ഇന്നലെ രാത്രി സ്റ്റിക്കർ പ്രത്യക്ഷപ്പെട്ടതും അതിൻ്റെ പിന്നിൽ ആരാണെന്ന് പിന്നെ ഇനി കണ്ടെത്തേണ്ടത് പോലീസാണ്. പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും. ഒരു പ്രദേശത്ത് നമ്മൾ എല്ലാ മുന്നണികളും വർക്ക് ചെയ്യും. ആ പ്രദേശത്ത് ആ മുന്നണി ഇലക്ഷൻ വരുമ്പോൾ പ്രദേശത്ത് കുഴപ്പം സൃഷ്ടിക്കലല്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും കൂടെ എനിക്കറിയില്ല. നാലകത്ത് ബീരൻ സാഹിബ് റോഡിൽ മതിലിന്മേൽ സ്ഥാപിച്ച ബോർഡാണ് ഇന്ന് നേരം പുലർന്നപ്പോൾ കാണാതെയായത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മതിൽക്കെട്ടിനകത്ത് ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിനു ശേഷം ഇതിൻ്റെ പട്ടികകൾ ഉപേക്ഷിച്ചതായും കണ്ടെത്തി. ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിന് തൊട്ടടുത്ത് ഇടതുപക്ഷത്തിൻ്റെ ഇലക്ഷൻ ചിഹ്നം പതിച്ചിട്ടുമുണ്ട്. ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കുവാൻ വേണ്ടി ചിലർ ചെയ്തതാണെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. പാറശ്ശേരി പ്രദേശത്ത് ഇതിനു മുന്നേയും ഇത്തരത്തിൽ കോണിച്ചിഹ്നമടങ്ങുന്ന ഫ്ലെക്സുകൾ നശിപ്പിച്ചതായും പോലീസിന് നൽകിയ പരാതിയിൽ UDF നേതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.